ഓൾറെഡി തമ്മിൽ കണ്ടപ്പോൾ പിടിയിട്ടിട്ടുണ്ടാവില്ലേ. നേരെ ഒന്നുമല്ല, നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കല്ലുമ്മക്കായ അച്ചാറാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പൊ ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് പ്രത്യേകമായിട്ടുള്ള 2 ചേരുവകൾ ചേർക്കുന്നുണ്ട്. തക്കാളിയും പിന്നെ വാളൻപുളിയാണ് ചേർക്കുന്നത് കേട്ടോ. പിന്നെ വിനാഗിരി വേറെ നമ്മൾ ചേർക്കുന്നുണ്ട്. പക്ഷെ തക്കാളിയും വാളൻപുളിയും ചേർക്കുന്നുണ്ട്. ചിലവരൊക്കെ ചേർക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ മിക്കവരും ചേർക്കാത്ത 2 ഐറ്റംസ് ആണ് നമ്മുടെ അച്ചാറിൽ. ഈ ഒരു രീതിയിൽ മസാല ഉണ്ടാക്കിയിട്ട് അച്ചാർ ഇട്ടപ്പയുടെ ടേസ്റ്റ് ആണ്. പിന്നെ നമുക്ക് കല്ലുമ്മക്കായും ചെമ്മീനൊക്കെ നമ്മൾ കുറച്ചധികം അങ്ങോട്ട് മേടിക്കില്ലല്ലോ. അപ്പൊ നമുക്കിത് അച്ചാറിട്ട് വെച്ചാൽ കൂടുതലായിട്ട് തോന്നാനും ഈ ഒരു മസാല ഉപയോഗിച്ച് കഴിഞ്ഞാൽ തോന അച്ചാറിട്ട പോലെ ഉണ്ടാവും. കല്ലുമ്മക്കായും ചെമ്മീനൊക്കെ അല്ലെങ്കിൽ നമ്മൾ കുറച്ച് മേടിച്ച് അച്ചാറിട്ടാൽ പെട്ടെന്ന് തീരുമല്ലോ. അപ്പൊ ഈ ഒരു മസാല നമ്മൾ അതിലേക്ക് കൊടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് തോന അച്ചാറായിട്ട് നമുക്ക് കിട്ടും. ഈ ഒരു മസാല വെച്ച് നിങ്ങൾക്ക് ഏത് നോൺ വെജ് വേണമെങ്കിലും തയ്യാറാക്കാം അച്ചാറായിട്ട്. അതായത് മീനാണെങ്കിലും ഇറച്ചിയാണെങ്കിലും ചിക്കൻ ആണെങ്കിലും ഒക്കെ ഇതുപോലെ തന്നെ അച്ചാറിടാം. നല്ല ടേസ്റ്റ് ആയിരിക്കും. മാങ്ങയ്ക്കും നാരങ്ങയ്ക്കും അത്ര അങ്ങോട്ട് നന്നാവില്ല കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, വേറെ ഒന്നുമല്ല. ഇനി ഇതിന്റെ പിന്നാലെ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോണത് ഇനി ഈസ്റ്റർ വിഷു സ്പെഷ്യൽ റെസിപ്പീസ് ആണ്. ഈ വിഷുവിന് ഞാൻ സ്പെഷ്യൽ ആയിട്ട് ഉദ്ദേശിക്കുന്നത് ഒരു വറുത്തരച്ച സാമ്പാർ, നല്ല അടിപൊളി തൃശ്ശൂർ സ്റ്റൈൽ അമ്മച്ചിയുടെ സ്പെഷ്യൽ അവിയല്, പിന്നെ അതുപോലെ ഈസി ആയിട്ടുള്ള ഒരു ഇഞ്ചിയും പുളി. അതായത് പുളി ഒന്ന് വറ്റിച്ച് കൊടുക്കാൻ നിങ്ങൾ നിൽക്കേണ്ട, ബുദ്ധിമുട്ടാതെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാം. അരിപ്പൊടിയൊന്നും കുറുക്കി ചേർക്കണില്ല കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തന്നെ തയ്യാറാക്കാൻ പറ്റും ഈസി ആയിട്ടുള്ള ഇഞ്ചിയും പുളി. പിന്നെ ഒരു 2 തരം പായസം, പിന്നെ അതുപോലെ ഈസ്റ്ററിന് വേണ്ട കുറച്ച് വിഭവങ്ങൾ. ഇതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏപ്രിൽ 1 ആകുമ്പോഴത്തേനും ഇതൊക്കെ അപ്ലോഡ് ചെയ്യണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഏപ്രിൽ മാസത്തിൽ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് മുന്നേ കൂട്ടി ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമാണെങ്കിൽ വിഭവങ്ങൾ നിങ്ങൾക്ക് തയ്യാറാക്കാമല്ലോ. അപ്പൊ ഞാൻ ഈ ഒരു മാസം അവസാനം ആകുമ്പോഴത്തേനും ഇതൊക്കെ അപ്ലോഡ് ചെയ്യണം എന്നാണ് വിചാരിച്ചിട്ടുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണം, ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ സപ്പോർട്ട് ചെയ്തോളൂട്ടാ. അപ്പൊ ഇനി നമുക്ക് റെസിപ്പി എങ്ങനെയാ ചെയ്യാൻ നോക്കാം. അപ്പൊ നമ്മള് അച്ചാർ തയ്യാറാക്കാൻ തുടങ്ങാണ് കേട്ടോ. അപ്പൊ കണ്ടോ, നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും എന്താണ് രീതി എന്നുള്ളത്. ഇതേ കണ്ടോ, തക്കാളി ചേർക്കുന്നുണ്ട് നമ്മളിതില്. നല്ല വലിപ്പമുള്ള തക്കാളിയാണ് കേട്ടോ. അതുകൊണ്ട് 2 എടുത്തിട്ടുണ്ട്. ചെറുതാണെങ്കിൽ 3 വരെ ആവാം. അതിലേക്ക് കണ്ടോ, ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ പിടിക്കാവുന്ന ഒരു ഒരു നെല്ലിക്ക എന്ന് വെച്ചാൽ കാട്ടു നെല്ലിക്ക എന്നൊക്കെ പറയില്ലേ, ചെറുത് അതുപോലത്തെ വലിപ്പമുള്ള കോൽപ്പുളിയാണ് കേട്ടോ. ഇത് വാളംപുളി എന്ന് പറയും. അത് ഒരു ഉരുള വേണം നമുക്ക്. പിന്നെ കുറച്ച് ഉപ്പ്, ഇതിലോട്ട് നമുക്ക് ഇപ്പൊ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 കപ്പ് വെള്ളം, 1/2 കപ്പോ 1 കപ്പോ ആവാൻ കുഴപ്പമില്ല, വറ്റും പെട്ടെന്ന്. കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഒരു 5 മിനിറ്റ് മതിയോ, ഒന്ന് തിളപ്പിച്ചെടുക്കാം. നമുക്ക് ഒരു 5 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് അടുത്ത പണി എന്ന് പറയുന്നത് നമുക്ക് ഇതിലേക്ക് മീൻ വറക്കണം. അതിന് വേണ്ടിയിട്ട് ഇതേ കുഞ്ഞൊരു മൺചട്ടിയാണ് ഞാൻ വെച്ച് കൊടുത്തേക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു 3 ടീസ്പൂണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ലെണ്ണ ഉപയോഗിക്കാം. ഞാൻ മൺചട്ടിയിലാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രൈ പാനൊക്കെ ഉപയോഗിക്കാം. ഇതിൽ ചെയ്യുമ്പോഴാണേ ഒന്നുകൂടി ഇത്തിരി കൂടി കൈ എനിക്ക് കറക്റ്റായിട്ട് വരുന്നത് ഇതിൽ ചെയ്യുമ്പോഴാണ്. ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം. അതിൽ ഇതിലേക്ക് വേണ്ടത് ഒരു 100 ഗ്രാം കല്ലുമ്മക്കായ. 100 ഗ്രാം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഈ ഒരു കയ്യിലേക്കുള്ളത് ഉണ്ടാവുള്ളൂ, അത്രേ ഉള്ളൂ. അത് വെച്ചിട്ടാണ് ചെയ്യണത്. അപ്പോൾ ആ കല്ലുമ്മക്കായ ഞാൻ 1 ടീസ്പൂണ് മുളക് പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ചേർത്തിട്ട് പെരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, കഴുകി വൃത്തിയാക്കിയിട്ട്. അപ്പൊ ഇനി അതാണ് നമ്മൾ ഈ വേപ്പിലൊന്ന് ചൂടായിട്ടുണ്ട്. നമുക്ക് ഈ വെളിച്ചെണ്ണയിലേക്ക് അതിട്ടിട്ട് വറുത്തെടുക്കാം. ഈ ഒരു പരുവത്തിന് എടുത്താൽ മതി, അധികം മുരിഞ്ഞ് വറക്കണ്ട. ഈ ഒരു പരുവായി കിട്ടിയാൽ മതി കേട്ടോ. നമുക്ക് ഇതൊന്ന് കോരാം. ഇനി ഇതുപോലെ അടുത്തതും കൂടി ഞാൻ വറുത്തെടുക്കട്ടെ. ഇപ്പൊ നമ്മുടെ തക്കാളി പുളി ഞാൻ നല്ലോണം വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കണം. വെള്ളമില്ലാതെ അടിച്ചെടുക്കുക. ഈ വെള്ളം കളയണ്ട, ഇത് നമുക്ക് അച്ചാർ ഉണ്ടാക്കുന്ന നേരത്തേക്ക് ആവശ്യമാണ്. അപ്പൊ ആ വെള്ളം മാറ്റി വെച്ചോളൂ. ഈ തക്കാളി നമുക്ക് അച്ചാർ തയ്യാറാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. ഒരു 6 ടേബിൾ സ്പൂണാണ് കേട്ടോ എടുത്തേക്കുന്നത്. 6 മുതൽ 8 വരെ ആവാം. വെളിച്ചെണ്ണ അത്യാവശ്യം വേണം, നമുക്ക് തക്കാളി മൂപ്പിച്ചെടുക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം വെളിച്ചെണ്ണ വേണം. നല്ലെണ്ണയിലും ചെയ്യാം കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്കിത് ഒരു പിടി കറിവേപ്പില അത് ചേർത്ത് കൊടുക്കുക. അതുപോലെ ഒരു 4 വറ്റൽമുളക് നടുമുറിച്ചിട്ട് അതും പൊട്ടിച്ചിട്ട് കൊടുക്കാം. 4 അല്ല കേട്ടോ, അതിൽ 5 ഉണ്ട്. 5 വറ്റൽമുളക് അതും ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ടത് ഇറച്ചിമുളകാണ് കേട്ടോ. അതൊരു 15 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ഒരു വലിപ്പത്തിൽ കണ്ടിട്ട് ഇത് കണ്ടോ, തീരെ നൈസായിട്ടല്ല, തീരെ വലിപ്പത്തിലാണ് മുറിച്ചെടുക്കേണ്ടത് കേട്ടോ. ഇത് തീരെ എരിവുണ്ടാവില്ല. പിന്നെ എൻ്റെ അടുത്ത് ഇതിന്റെ വ്യത്യാസം ചോദിക്കാറുണ്ട്, എന്തുട്ട് ഇറച്ചിമുളക്. ഇതേ കണ്ടോ, നല്ല വലിപ്പത്തിലിരിക്കും ഈ ഇറച്ചിമുളക്. ബജ്ജിമുളക് പോലെയല്ല, അതിന്റെ താഴെ കണ്ടോ. ഇതാണ് നമ്മുടെ സാധാ പച്ചമുളക്. സാധാരണ പച്ചമുളക് ഇങ്ങനെ എല്ലിച്ചിരിക്കും. ഇത് ഇത്തിരി വണ്ണത്തിലുണ്ടാവുക. പക്ഷെ ബജ്ജിമുളകും അല്ല, ഇതിനെയാണ് ഈ ഇറച്ചിമുളക് എന്ന് പറയുന്നത് കേട്ടോ. ഇത് തീരെ എരിവുണ്ടാവില്ല. അപ്പൊ അത് നമുക്ക് 1 കപ്പ് അരിഞ്ഞു കഴിഞ്ഞപ്പോൾ ഉണ്ട് ഒരു 15 എണ്ണം പറയാനായി അത് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതിലോട്ട് വേണ്ടത് വെള്ളുള്ളിയും ഇഞ്ചിയാണ്. അത് 10 അല്ലി വെള്ളുള്ളി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇത്തിരി കൂടിയാലും വിരോധമുള്ള കാര്യമില്ല കേട്ടോ. നല്ലതാണ്, നല്ല ടേസ്റ്റ് ഉണ്ടാവും അച്ചാറിന്. പിന്നെ ഇത് ഇഞ്ചി ഇത് നീളനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ആകെ കൂടി കുഴഞ്ഞു പോയി. ഇഞ്ചി
2 ഇഞ്ച് നീളമുള്ള വലിയൊരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതും നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നല്ല ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇപ്പം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് കാണണം കേട്ടോ, എന്നാലാണ് അച്ചാറിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതിലിത്തിരി കൂടിയാലും വിരോധമില്ല. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അത് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലോട്ട് മുളക് പൊടിയാണ് വേണ്ടത് കേട്ടോ. ഞാൻ ചേർത്ത് കൊടുത്തു. ഒരു 6 ടീസ്പൂണാണ് വേണ്ടത്. 6 ടീസ്പൂണ് മുളക് പൊടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലോട്ട് 1 ടീസ്പൂണ് കായത്തിന്റെ പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂണ് ഉലുവപ്പൊടി അതും ചേർത്ത് കൊടുക്കാം. നമ്മുടെ മുളക് പൊടി ഇതേ നല്ല മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഈ നേരത്തെ തക്കാളി വേവിച്ച് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് മിക്സിയിൽ, അത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് എണ്ണ തെളിയോളം ആ തക്കാളിയുടെ പച്ചമണം പോകാനായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇതിപ്പോ കണ്ടോ, ഇതിൽ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നു നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ നിങ്ങൾ തയ്യാറാക്കുന്ന നേരത്ത് വെളിച്ചെണ്ണ കുറവാവരുത്, ഇത്തിരി കൂടിയാലും, എന്നാലാണ് ഇങ്ങനെ തെളിഞ്ഞു കിട്ടുള്ളൂ. അപ്പോഴാണ് കറക്റ്റായിട്ട് തക്കാളിയുടെ പച്ചമണം പോയിട്ട് നമുക്ക് മൂത്ത് കിട്ടുള്ളൂ കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് ഇപ്പൊ നല്ല മൂത്ത് വന്നിട്ടുണ്ട്. ഇതിപ്പോ നല്ല മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് നേരത്തെ തക്കാളി വേവിച്ചപ്പോൾ ഇത്തിരി വെള്ളം ബാക്കി ഉണ്ടായിരുന്നില്ല, ആ വെള്ളം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ചു വരട്ടെ കേട്ടോ. വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം അതേ കണ്ടോ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ആ നേരത്തെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ കല്ലുമ്മക്കായ അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ല ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലോട്ട് നമുക്കൊരു 1/4 കപ്പ് വിനാഗിരി, 1/4 കപ്പ് മതിയിട്ട്, അധികമൊന്നും വേണ്ട, തക്കാളിയിൽ ഓൾറെഡി പുളി ഉണ്ടാവും. ഒരു 1/4 കപ്പ് വിനാഗിരി അതും ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ അച്ചാർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഉപ്പൊക്കെ കറക്റ്റ് ആണോ നോക്കിക്കോളൂ കേട്ടോ. ഉപ്പൊക്കെ കറക്റ്റ് ആണോ, എന്നാലാണ് ആ പുളിയിലേക്ക് കറക്റ്റായിട്ട് ഉപ്പ് പിടിച്ചാൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അച്ചാറിന്. പിന്നെ കായം ഞാനൊരു നുള്ളും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് കായം വേണമെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കുക. കായും ഉലുവയും ഉപ്പൊക്കെ അച്ചാറിലേക്ക് അത്യാവശ്യത്തിന് വേണം, എന്നാലാണ് അച്ചാർ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊന്ന് ടേസ്റ്റ് നോക്കി നോക്കട്ടെ കേട്ടോ. ഉപ്പൊക്കെ കറക്റ്റാ, ഒക്കെ കറക്റ്റാണ് കേട്ടോ. സൂപ്പർ ടേസ്റ്റ്, ഒന്നും പറയാനില്ല. നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങൾ തന്നെ അഭിപ്രായം പറയും കമന്റ് ബോക്സിൽ വന്നിട്ട്, അതല്ലേ നല്ലത്. ഇപ്പൊ കണ്ടോ നമ്മൾ കുറച്ച് മീനെടുത്ത് എന്തോരം അച്ചാറായി കണ്ടോ. അതുപോലെ ഗ്രേവി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് മറ്റൊരു റെസിപ്പി ആയിട്ട് കാണാം. വലിപ്പമുള്ള 2 തക്കാളി, വളരെ കുഞ്ഞിതാണെങ്കിൽ 3 എണ്ണം വരെ ആവാം. സാധാ സൗണ്ട് ആണ് കൂടുതൽ ഇഷ്ടം. ഇതിൽ ചെയ്യുമ്പോഴാണ് കൈ വഴങ്ങുന്നത്, അപ്പൊ അതാണ് ഇതിൽ ചെയ്യുന്നത് കേട്ടോ. വീണ്ടും സൗണ്ട് ദൈവമേ. അപ്പൊ ഇനി നമുക്ക് അടുത്ത പണിന്ന് വെച്ചാൽ മീൻ വറുത്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇംഗ്ലീഷോ അതുള്ള കാര്യമില്ല, എന്നാലും ഒരു 10 അല്ലി വെള്ളുള്ളി എടുത്തിട്ടുണ്ട്, ചുമന്നുള്ളി, ഇഞ്ചി. പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ട വെള്ളം ചേർത്ത്, തൊണ്ട മൊത്തം പണിയാണല്ലോ. വെള്ളം വെള്ളം മുളക് പൊടി അത് നിങ്ങൾ എരിവിനനുസരിച്ച് ഞാൻ പറഞ്ഞ അത് വേണ്ട, ഞാൻ അതിനളവിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. കൂടണ്ട. ഇറച്ചിമുളകാണെങ്കിൽ ഇത്രയും ചേർക്കാം, നമുക്ക് അതിന് എരിവ് ഉണ്ടാവില്ല. സാധാ എന്താ പറയാ ക്യാപ്സിക്കത്തിന്റെ പോലത്തെ ഒരു എരിവ് അതിനുണ്ടാവുള്ളൂ. അത് പറയണ്ട, അപ്പൊ ക്യാപ്സിക്കം ചേർക്കും ആരെങ്കിലും. ഏതായാലാണ് ഞാൻ ബാക്കിയുള്ള റെസിപ്പീസ് ഇതിന്റെ പിന്നാലെ തന്നെ ഇടുള്ളൂ. അപ്പൊ അത് മറ്റേ എന്താ പറഞ്ഞേ, ഓക്കെ, ഒന്നുമല്ല. ഇനി ഇതിന്റെ പിന്നാലെ ഇനി നമ്മൾ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വിഷു. അയ്യോ, സ്ക്രീനിൽ നോക്കിട്ടാ പറഞ്ഞത്. മതിയില്ലേ? എവിടെയെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ട്? ഇന്നൊരൊറ്റ വെള്ളിയൊന്നുമില്ല. അതെന്തുണ്ടായി? പിന്നെ നിങ്ങള് അച്ചാറ് ഉണ്ടാക്കുമ്പോ ശ്രദ്ധിക്കണം. ഇതൊന്ന് ഷോർട്ടാക്കി പറഞ്ഞു. ഇതിനെങ്ങനെയൊന്ന് വിപുലീകരിക്കുക, അല്ല ലഘൂകരിക്കുക.
ഒന്ന് ലഘൂകരിച്ച് തന്നെ. അകലെ നിൽക്കുമ്പോഴേ എനിക്ക് അതിലെന്താ നടക്കണേന്ന് കാണുന്നില്ല കണ്ണ്. മൂക്കും വേണം, എന്നാലാണ് അച്ചാറിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ.